രക്ഷപ്പെട്ട്. മറ്റൊരു മഞ്ഞ മതിൽ. ശരിയാ. അതിപ്പോ ചാടിയ മതിൽ തന്നെയാ. ഇറങ്ങ. ചേട്ടനായിരുന്നോ? അപ്പൊ ഈ മതില് പിന്നെ 2 മതിലുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം എല്ലാരും പോകുന്നു, ഈ ഞാനും പോകുന്നു, എങ്ങോട്ടെന്നറിയില്ലല്ലോ യാത്ര, എങ്ങോട്ട് എങ്ങോട്ടെന്നറിയില്ലല്ലോ. എങ്ങോട്ടെങ്കിലും ചാട്. ഇതിനാണ് ഒരു ഗായകന്റെ പതനം എന്ന് പറയുന്നത് അല്ലേട്ടാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ അമിതാഭ് ബച്ചനെ കാണാൻ പോവാ. ഞാനും. അയ്യോ, നമ്മുടെ സെല്ലിന്റെ പൂട്ടും താക്കോലും കൊടുത്തില്ല. അത് ഇതുവരെ കൊടുത്തില്ലേ? അത് മോശമായി പോയി. ഇങ്ങോട്ടാ, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് വരാം. അത് വേണ്ട, താമസിക്കും. അത് മോശം. നിങ്ങളൊക്കെ എന്തോ ഒരുമാതിരി ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്ക. കൊള്ളാല്ലേ? അമിതാഭ് ബച്ചന്റെ പോസ്റ്റർ ഇറങ്ങുന്നില്ലേ? ഞങ്ങൾക്ക് എറണാകുളത്ത് ഇറങ്ങണ്ടേ. എറണാകുളം ഇത് നോർത്ത്. അയ്യേ, എറണാകുളം അറിയത്തില്ലേ? അറിയാവുന്നോണ്ടാ പറഞ്ഞത് നോർത്ത്. എന്നാ ഈസ്റ്റ് പോട്ടെ. ഈസ്റ്റ് വെസ്റ്റ് ഒന്നുമില്ല, ഇവിടെ വരെ ബസ്സുള്ളൂ. അയ്യോ, ഈ അമിതാഭ് ബച്ചൻ എവിടാ വരുന്നത്? അമിതാഭ് ബച്ചനോ? ഇയാൾക്കൊന്നും അറിഞ്ഞൂടാ. അമിതാഭ് ബച്ചനെ അറിയില്ലേ? നിങ്ങൾ എവിടെന്നാ വരുന്നത്? കാക്കനാട് കാക്കനാട് നോർത്ത്. അമിതാഭ് ബച്ചൻ എറണാകുളത്ത് വന്നിരുന്നു. അത് 1 മാസം മുമ്പ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. അയ്യോ, അപ്പൊ നമ്മൾ 1 മാസമായി അവിടെ ഇറങ്ങിയിട്ടല്ലേ? 1 മാസം മുമ്പുള്ള പേപ്പറാണ് നമ്മൾ കണ്ടതെങ്കിലോ? അതായിരിക്കും ശരി. ഈ ബസ്സിന് എപ്പോഴാ തിരിച്ചു പോകുന്നത്? ഇനി രാവിലെ ഉള്ളൂ, 5:30. ഓ, അപ്പൊ ഇതാണോ 5:30ക്കുള്ള വണ്ടി? ഇറങ്ങ. ഏതിലെ ഇറങ്ങ? ഇതിലെ കഷ്ടമായി പോയി. അതെ, എല്ലാവരും ഒന്നിച്ച് നിക്കണേ, കൂട്ട് പിരിയരുത്. ഇവിടുന്ന് എത്ര ദൂരം വരും? നമ്മളിപ്പോ ബസ്സിൽ വന്നില്ലേ, അത്രയും ദൂരം വരും. നടക്കുമ്പോ കുറച്ചുകൂടെ കൂടും. കാണാൻ എന്തായാലും ബ്യൂട്ടിഫുൾ. അത് പിന്നെ വലിയ പട്ടണമല്ലേ? ഇനി ഇവിടെ എങ്ങാനും കിടന്നിട്ട് രാവിലെ തിരിച്ചു പോകാനേ. അയ്യോ, ഈ റോഡിലോ?